ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സംഭവം അതുപോലെ തന്നെ തുടരുകയാണ്. എന്തെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ അനലിസ്റ്റിക് പേജിൽ നിന്ന് വ്യൂസ് എല്ലാം അപ്രതീക്ഷിതമായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്കിലും എന്തെങ്കിലും എറർ ആയിരിക്കുമോ എന്നറിയില്ല. മനസ്സിനെ സമാധാനിപ്പിക്കുവാൻ ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതേക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും അറിയുമോ? ഒരു വീഡിയോയുടെ പേരിൽ കോപ്പിറൈറ്റ് വന്നിരുന്നു. ഫേസ്ബുക്ക് തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ തുടർന്ന് വ്യൂസ് കാണിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫേസ്ബുക്കിൽ പുതിയ ആളാണെങ്കിലും പഴയ ആളാണെങ്കിലും വളരെ ജെന്യുവിനായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുവാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്നായാലും പണി പാലും വെള്ളത്തിൽ കിട്ടും, അതുറപ്പാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ തുടങ്ങുന്ന മൂഡിൽ എങ്ങനെയും റീച്ച് ആകുവാൻ തുടിച്ചു നിൽക്കുമല്ലോ. അപ്പോഴാണ് കയ്യിൽ കിട്ടുന്ന ചപ്പുചവറ് വീഡിയോസ് എല്ലാം അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ ഉണ്ടാകണം. നമ്മൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുവാനും പാട്ടുകൾ കോപ്പിറൈറ്റ് കൂടാതെ അപ്ലോഡ് ചെയ്യുവാനും നമ്മളുടെ ഫോട്ടോസ് പോലും വീഡിയോ രൂപത്തിൽ കളർഫുള്ളാക്കി തരുവാനൊക്കെയും യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും എഡിറ്റിംഗ് സെക്ഷനിൽ അതിനുള്ള സംവിധാനമുണ്ട്. അത് നമ്മൾ തുടക്കക്കാർ മനസ്സിലാക്കാതെ കാലഹരണപ്പെട്ട പഴയ വീഡിയോസുകൾ എടുത്തിട്ട് അലക്കുന്നത് മതിയാക്കണം. പണി വേണ്ട എന്നുണ്ടെങ്കിൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ എന്തുമാകാം. പ്രൊഫൈലിലെ ഡാഷ്ബോർഡിൽ വ്യൂസും ഫോളോവേഴ്സും എല്ലാം കാണിക്കുന്നുണ്ട്. തിരികെ അനലിസ്റ്റിക്കിൽ വരുമ്പോൾ ഫുൾ മൈനസ് ആണ് കാണിക്കുന്നത്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. തുടർന്നും സഹകരിക്കുക. പോയതെല്ലാം നമുക്ക് പിടിക്കുവാൻ സാധിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും കമൻസും സപ്പോർട്ടും ഒക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യം വളരെ വലുതാണ്. അവിടേക്കെത്തുവാൻ നിങ്ങളുടെ കരങ്ങൾ എനിക്ക് ശക്തി പകരട്ടെ. അപ്പോൾ പറഞ്ഞതുപോലെ ഹാൻഡ്സ് അപ്പ്.